നമ്മളിനി പറയുന്നത് ബൈജക്റ്റീവ് ലീനിയർ മാപ്സിലെ പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ ലീനിയർ മാപ്പിംഗ് ടി ഫ്രം R3 to R3 ബൈ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് സെഡ് എക്സ് പ്ലസ് വൈ പ്ലസ് 2z 2x പ്ലസ് വൈ പ്ലസ് 3z ഈസ് നെയ്തർ സബ്ജക്റ്റീവ് നോർ ഇൻജക്റ്റീവ്. അതായത് ഈ തന്നിരിക്കുന്ന ഈ ലീനിയർ മാപ്പ് ഇൻജക്റ്റീവും അല്ല സബ്ജക്റ്റീവും അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മളിപ്പം അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു വഴിയുള്ളത്. നമുക്ക് നോക്കാം. സൊല്യൂഷൻ നമുക്ക് ആദ്യം ഇത് ഇൻജക്റ്റീവ് അല്ല എന്ന് പറയാം. ഇൻജക്റ്റീവ് അല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കേർണൽ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇൻജക്റ്റീവ് ആണെങ്കിൽ കേർണൽ ഓഫ് ടി 0 ആണെന്ന് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കേർണൽ ഓഫ് ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0 ആവുന്നത് എപ്പോഴൊക്കെയാണ് നോക്കാം. ഇതിനെവിടെയാണ് എന്താ പ്രശ്നം വരുന്നത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക നമ്മളുടെ എക്സ് പ്ലസ് സെഡ് എക്സ് പ്ലസ് വൈ പ്ലസ് 2z 2x പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 0 0 0. ഓക്കെ, ഇവിടെ നമ്മൾ വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 0 എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 0 ആൻഡ് 2x പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എന്തായി? സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയല്ലേ. നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 0 എക്സ് പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു 0 അതുപോലെ തന്നെ 2x പ്ലസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 0. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിലിപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ആ സൊല്യൂഷനിൽ നമുക്ക് 0 0 0 എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എക്സ് വൈ സെഡിനായിട്ട് വാല്യൂസ് വരുന്ന 0 0 0 മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇൻജക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അല്ല ഇതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷനും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇൻജക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് ഇൻജക്റ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ സുഖമാണ്. ഇങ്ങനൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടിയാൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാറ്? സാധാരണ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഒക്കെ എഴുതി സോൾവ് ചെയ്യില്ലേ, അതുപോലെ. അപ്പോൾ നമ്മളിവിടെ 1 0 1 1 1 2 2 1 3 ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം നമുക്ക്. 1 0 1 1 minus 1 0 1 minus 0 1 2 minus 1 1 2 minus 2 0 1 minus 0 1 3 minus 2 1 which implies നമുക്കിവിടെ 1 0 1 0 1 1 0 0 0 വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ് വന്നിരിക്കുന്നത്? റാങ്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോൺ സീറോ റോസ് അല്ലേ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 2 അല്ലേ. റാങ്ക് ഇസ് ഈക്വൽ ടു 2. അപ്പം നമ്മളുടെ നള്ളിറ്റി എന്ത് വരും? റാങ്ക് 2 ആണ്. which is less than number of unknowns അല്ലേ. which is less than number of unknowns. number of unknowns എത്ര വേരിയബിൾസ് ഉണ്ട്? നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പോൾ 2 ലെസ് ദാൻ 3 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3 - 2 എലമെൻറ്റ്സിന് ആർബിട്രറി വേരിയബിളിനെ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷനും കൂടി ഉണ്ട്. ഇവിടെ നമുക്കിപ്പോൾ റാങ്ക് 3 തന്നെ ആയിരുന്നെങ്കിൽ നമുക്കിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. എന്നിട്ട് എക്സ് വൈ സെഡ് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 0 എന്ന് കിട്ടും. കാരണം റാങ്ക് 3 ആണെങ്കിൽ അവിടെ യുണീക്ക് സൊല്യൂഷനാണ്. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എപ്പോഴും എക്സ് ഈക്വൽ ടു 0 ഒരു സൊല്യൂഷനാണ്. യുണീക്കും കൂടെ ആണെങ്കിലോ അത് മാത്രമല്ലേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. 3 - 2 = 1. ഇവിടെ നമ്മൾ ഒരു എലമെൻറ്റിന് ആർബിട്രറി വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇതിനെന്തുണ്ട്? The above system has a non-trivial solution. The above system has a non-trivial solution. Non-trivial solution ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കേർണൽ ഓഫ് ടി എന്ന് പറയുന്ന ആരാവില്ല? നോട്ട് ഈക്വൽ ടു 0 ആവും.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടി ഈസ് നോട്ട് ഇൻജെക്റ്റീവ്. ടി ഈസ് നോട്ട് ഇൻജെക്റ്റീവ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയണം? സബ്ജക്റ്റീവ് അല്ല എന്ന് പറയണ്ടേ? അപ്പോൾ സബ്ജക്റ്റീവ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാമെന്ന്. നമ്മൾ അതിലും ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായത് നമുക്ക് എന്താ പറയേണ്ടത്? ഇപ്പോൾ സബ്ജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഏതൊരു എലമെൻറ്റ് കോഡൊമൈൻ സ്പേസിൽ എടുത്താലും അതിനൊരു ഇമേജ് ആയിട്ട് വരും അല്ലേ? കോഡൊമൈൻ സ്പേസിൽ ഏതൊരു എലമെൻറ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും. അതാണല്ലോ. അപ്പോൾ നമുക്കിവിടെ എടുക്കാം ചൂസ് ഇനി ABC ഇൻ R3. ഇനി R3ക്കൊക്കെയും എല്ലായ്പ്പോഴും ഈ ABCക്ക് ഒരു പ്രീ ഇമേജ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ABC ബിലോങ്സ് ടു ഇമേജ് ഓഫ് F ആണോ ഇമേജ് ഓഫ് T ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. എപ്പോഴൊക്കെയാണ് ഇത് വരുന്നത്? ഇതെപ്പോഴാണ് വരിക? T ഓഫ് XYZ ഈക്വൽ ടു ABC ആവണം അല്ലേ? നല്ല വരുള്ളൂ. ഓക്കെ, ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? T ഓഫ് XYZ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? X പ്ലസ് Z, X പ്ലസ് Y പ്ലസ് 2Z, 2X പ്ലസ് Y പ്ലസ് 3Z ഈക്വൽ ടു ABC. ഇനി ഇതെപ്പോഴാണ് സംഭവിക്കാം? ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? X പ്ലസ് Z ഈക്വൽ ടു A, X പ്ലസ് Y പ്ലസ് 2Z ഈക്വൽ ടു B ആൻഡ് 2X പ്ലസ് Y പ്ലസ് 3Z ഈക്വൽ ടു C. അതായത് ഇവിടെ ABC എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇമേജ് ഓഫ് Tയിൽ വരണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നോക്കാം. X പ്ലസ് Z ഈക്വൽ ടു A, X പ്ലസ് Y പ്ലസ് 2Z ഈക്വൽ ടു B ആൻഡ് 2X പ്ലസ് Y പ്ലസ് 3Z ഈക്വൽ ടു C. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും സെഡും സൊല്യൂഷൻ കിട്ടുന്നത് എപ്പോഴൊക്കെയുള്ള കേസിലാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യാം അല്ലേ? കൺസിഡർ ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലെന്നല്ല മുമ്പത്തെ വർഷങ്ങളിൽ പഠിക്കുന്നതാണ്. അപ്പം എല്ലാം എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. 1 0 1 A, ഇവിടെ 1 1 2 B, ഇവിടെ 2 1 3 C. ഓക്കെ, നമുക്കിതിൻ്റെ റാങ്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഞാൻ ഇതിൻ്റെ റാങ്ക് നിങ്ങൾ എഴുതുമ്പോഴേ ഓപ്പറേഷനും കൂടെ അങ്ങ് എഴുതി പോകണം കേട്ടോ. 1 0 1 A, 1 minus 1 0, 1 minus 0 1, 2 minus 1 1, B minus A, 2 minus 2 0, 1 minus 0 1, 3 minus 2 1, then C minus 2A. 1 0 1 A, 0 1 1 B minus A, 0 0 0 C minus B minus A എന്ന് വരും. ഓക്കെ, ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും നമ്മളുടെ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ റാങ്കും ഈക്വൽ ആവണമെങ്കിൽ രണ്ടും 2 ആവണം അല്ലേ? 2 ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എലമെൻറ്റ് 0 ആവണ്ടേ? അല്ലെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആ കേസ് നോക്കുക വേണ്ട. നമുക്ക് പറയാം ദ എബവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് has a solution if and only if C minus B minus A equal to 0. അതായത് C minus B minus A 0 ആവുന്ന കേസിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് if and only if C equal to B plus A. C എന്ന് പറയുന്നത് B plus A ആവുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ABC എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തില്ലേ? ആദ്യം തന്നെ ഒരു ആർബിട്രറി എലമെൻറ്റിനെ നമ്മളിവിടെ ചൂസ് ചെയ്തില്ലേ? അങ്ങനെ എടുക്കുന്ന എല്ലാ ആർബിട്രറി എലമെൻറ്റ്സിനും നമുക്ക് ഇവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ C എന്ന് പറയുന്നത് B plus A ആവുന്ന കേസുകളിൽ മാത്രമേ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സ് മാത്രമല്ലല്ലോ R3യിലുള്ളത്. R3യിൽ അതല്ലാത്ത എലമെൻറ്റ്സും ഇല്ലേ? അപ്പോൾ ആ എലമെൻറ്റ്സിലോട്ട് മാപ്പിംഗ് വരില്ല. ABC എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? മാപ്പിംഗ് ഉണ്ടാവുള്ളൂ.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം therefore എ ബി സി എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ടിയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, സി എന്ന് പറയുന്നത് ബി പ്ലസ് എ ആയ കേസുകൾ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമേജ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് R3. സോ എഫ് എന്താവില്ല, സോറി, therefore ടി ഈസ് നോട്ട് സബ്ജക്റ്റീവ്. ടി ഈസ് നോട്ട് സബ്ജക്റ്റീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പ്രോബ്ലമാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.